ഹലോ ഫ്രണ്ട്സ്, പവിത്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ കമലയും കൊണ്ട് മാഷ് ചെക്കപ്പിന് വേണ്ടിയിട്ട് പോകുവാണ്. അവിടെ ചെല്ലുമ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്, കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ കൂടുതൽ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ അമ്മ, ഭക്ഷണമൊന്നും കഴിക്കാറില്ലേ, ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടോ, 2 മണിക്കൂർ കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടും, എന്നിട്ട് ഡോക്ടറെ കാട്ടിയിട്ട് പോയാൽ മതി കേട്ടോന്ന്. അന്നേരം മാഷ് പറയുന്നുണ്ട്, കണ്ടില്ലേ എന്നെ കാണുന്നവരെല്ലാം ഇതാണ് ചോദിക്കുന്നതെന്ന്. എൻ്റെ മാഷേ, ഇതിനാ എല്ലാ മാസവും ഇങ്ങോട്ട് എന്നെ കൊണ്ടുവരുന്നത്, എനിക്ക് അതിന് മാത്രം അസുഖമൊന്നുമില്ല, അത് നീയാണോ തീരുമാനിക്കുന്നത്, ഡോക്ടർമാരല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കമല പറയുന്നുണ്ട്, അവർക്ക് ശരീരത്തിന്റെ ദോഷവും അസുഖവും മാത്രമല്ലേ കണ്ടുപിടിക്കാൻ നോക്കൂ, അത് വരുത്തി വെക്കുന്ന മനസ്സാണെന്ന് അവരറിയുന്നില്ലല്ലോ എന്നങ്ങ് പറഞ്ഞതും നമ്മുടെ മാഷ് പറയും, നിനക്ക് അങ്ങനെ മനസ്സിന് ചികിത്സിക്കണമെങ്കിൽ നമുക്ക് ചികിത്സിക്കാം, ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഒരു കൗൺസിലിംഗ് ഏർപ്പാടാക്കാന്ന് പറയുന്നു. വേണം മാഷേ, എൻ്റെ മനസ്സ് റെഡി ആവാൻ വേണ്ടിയിട്ട് ഒരു കൗൺസിലിംഗ് ആവശ്യമാണ്. മാഷ് ഇങ്ങോട്ടേക്ക് 2 തവണ കൊണ്ടുവരുന്നതിന് പകരം അവനെ ഒന്ന് കാട്ടി തന്നാൽ മതി, എനിക്ക് അവനെ കണ്ടാൽ എൻ്റെ പകുതി അസുഖവും മാറും എന്ന് പറയുമ്പോൾ, അവനെ കണ്ടിട്ട് വേണം ഒരാഴ്ച അതും പറഞ്ഞ് കരയാൻ വേണ്ടിയിട്ട്. കരയുന്നതും ഒരു ചികിത്സയാണ് മാഷെ. മാഷൊന്ന് ശങ്കരനാരായണൻ സാറെ വിളിക്കോ, എന്നെ കൂടി ഒന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കോ എന്നങ്ങ് പറഞ്ഞതും മാഷ് പറയും, കഴിഞ്ഞ ആഴ്ച ഞാൻ പോയി കണ്ടതല്ലേ, അവിടെയും ഉണ്ടല്ലോ ചിട്ടവട്ടങ്ങളൊക്കെ എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ കമല പറയും, പെറ്റമ്മയ്ക്ക് മകനെ കാണിക്കുന്നത് ഒരു നിയമലംഘനം ഒന്നുമല്ലല്ലോ, പ്ലീസ് മാഷെ ഒന്ന് വിളിക്കോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് നമ്മളെ മാഷെ കൊണ്ട് ശങ്കരനാരായണൻ സാറെ വിളിക്കുകയാണ്. എന്താ മാഷെ, എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കാം, കമലയ്ക്ക് ചെക്കപ്പിന് വന്നതാ, അവൾക്ക് വിക്രമിനെ ഒന്ന് കാണണമെന്ന്. ഇപ്പോഴോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, 2 ദിവസം മുൻപേ ഞാൻ കണ്ടതാ, ഒരാഴ്ചയ്ക്കുള്ളിൽ 2 സന്ദർശനം അത് അനുവദിക്കോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശങ്കരനാരായണൻ പറയും, ബുദ്ധിമുട്ടാണ്, എങ്കിലും മാഷി ചെന്നോളൂ, ഞാൻ ജയിലറെ വിളിച്ച് പറഞ്ഞേക്കാന്ന്. ശരി, വലിയ ഉപകാരം എന്നും പറഞ്ഞ് വെക്കുമ്പോൾ, 1 മിനിറ്റ് എന്നും പറഞ്ഞ് മാഷ് ചോദിക്കുന്നു, വേദയുടെ കാര്യം എന്തെങ്കിലും? ശരി മാഷെ, ഞാൻ വിളിച്ച് പറഞ്ഞേക്കാന്ന് പറഞ്ഞ് വേദയുടെ കാര്യം ഒന്നും തന്നെ മിണ്ടാതെ കട്ട് ചെയ്യാണ് കേട്ടോ ശങ്കരനാരായണൻ. അങ്ങനെ ആ സന്തോഷം നമ്മുടെ കമലയെ അറിയിക്കുകയാണ് മാഷ്. എന്നിട്ട് പറയും, നമുക്ക് നമ്മൾ ആഗ്രഹിക്കുമ്പോഴെങ്കിലും അവനെ കാണാലോ. പക്ഷേ ശങ്കരനാരായണൻ സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് കഷ്ടം തോന്നുക, വേദ എവിടെയാണെന്ന് പോലും അദ്ദേഹത്തിന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കമല പറയുന്നുണ്ട്, ആ കുഞ്ഞിനെ കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഇല്ല മാഷേ, എല്ലാവരും ഉണ്ടായിട്ടും അവൾ എന്തിനാ ഇങ്ങനെ മാറി നിൽക്കുന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല എന്ന് പറയുമ്പോൾ, കാലം അത് തെളിയിക്കുമായിരിക്കും എന്ന് പറയാൻ കേട്ടോ നമ്മുടെ മാഷ്. അങ്ങനെ കമലയും മാഷും കൂടെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് പറയുമ്പോൾ ആ കോൺസ്റ്റബിളിന് വലിയൊരു ഇതാണ് കേട്ടോ. അന്നേരം SIയെ കണ്ടപ്പോൾ അയാളെ ചീത്ത പറയുന്നത്, കാണിച്ചു കൊടുക്കടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരെ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. നമ്മുടെ വിക്രമിനെ കണ്ടതും കമല ഒരുപാട് കരയുന്നുണ്ട്. അമ്മ ഇങ്ങനെ കരയാതെ, മോനെ നിനക്ക് സുഖമാണെന്ന് പോലും ചോദിക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും കരയുന്നു. അന്നേരം വിക്രം പറയുന്നുണ്ട്, എൻ്റെ മനസാക്ഷിയുടെ കോടതിയിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അമ്മേ, ഞാൻ ആരെയും കൊന്നിട്ടില്ല, എല്ലാവരും കൂടി ഞങ്ങളെ കൊല്ലാനാണ് ശ്രമിച്ചേ, പക്ഷേ കോടതിയുടെ മുന്നിൽ അത് മറിച്ചായെന്ന് മാത്രം. എല്ലാ സത്യവും മറനീക്കി പുറത്തു വരുന്ന ഒരു ദിവസമുണ്ട്, അന്ന് എല്ലാവരും കൂടി നമ്മൾ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുമായിരിക്കും അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ കമലയെ. അന്നേരം മാഷി പറയുന്നുണ്ട്, അവന് വരെ നല്ല വിശ്വാസമാണ്, പിന്നെ എന്തിനാ നീ കമല ഇങ്ങനെ തളരുന്നേന്ന്, അതുവരെ ജീവനോടെ ഞാൻ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് സംശയം എന്ന് പറയേണ്ട കമല. അമ്മ ഇങ്ങനെ കരഞ്ഞാൽ ഞാൻ എന്ത് ധൈര്യത്തിലാണ് ഇവിടെ നിൽക്കുക? ചില കാര്യങ്ങൾ ഞാൻ അച്ഛനെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്, അത് മോൻ ചെയ്യണമെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മാഷങ്ങ് ചീത്ത പറയും, കമല ആവശ്യത്തിലേറെ വിഷമം ഇപ്പോൾ അവന് താങ്ങാവുന്നതിലധികം ഉണ്ട്, ഇനി ഇതുകൂടെ വേണോ മോനെ? വേദമോളെ കുറിച്ച് ഒരു അറിവുമില്ല, അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ആദ്യാന്ന് പറഞ്ഞിട്ട് വീണ്ടും കരയാണ് കേട്ടോ. അന്നേരം നമ്മുടെ വിക്രം പറയുന്നുണ്ട്, അവള് എന്നോടൊപ്പം ജീവിക്കാനുള്ള കൊതി കൊണ്ടാ മറിഞ്ഞിരിക്കുന്ന അമ്മ, ശ്രീകാന്തിന് എന്നും അവളായിരുന്നു ഇര, ഒരിക്കൽ ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വേദ മറനീക്കി പുറത്തു വരും, അതെനിക്ക് ഉറപ്പാ അമ്മ എന്ന് പറയുമ്പോഴേക്കും കമല ഇങ്ങനെ കരഞ്ഞ് ചുമക്കുകയാണ് കേട്ടോ വല്ലാണ്ട്. അമ്മയെ കൊണ്ടുപോക്കോ അച്ഛാ എന്ന് പറയുമ്പോൾ, ഇല്ല മോനെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ചിലപ്പോൾ മോൻ പറഞ്ഞത് ശരിയായിരിക്കും, മോൻ പുറത്തിറങ്ങുന്ന നിമിഷം അവൾ വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കരയുവാണ് കേട്ടോ. അന്നേരം മാഷ് പറയുന്നുണ്ട്, ശങ്കരനാരായണ സാറെ ഞാൻ ചെന്ന് കണ്ടിരുന്നു, അയാളുടെ കാര്യം കഷ്ടമാണ്, വേദ എവിടെയാണെന്ന് അറിയത്തില്ല, പക്ഷെ അയാൾ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വേദയെ അന്വേഷിച്ച് ചെന്നിട്ട് ആർക്കും അവൾ പിടികൊടുത്തിട്ടില്ലെന്ന്, അവളും എവിടെയാണെന്ന് ഇപ്പോൾ ആർക്കാ അറിയാമെന്നൊക്കെ ചോദിക്കുമ്പോൾ വിക്രം ചിരിച്ചുകൊണ്ട് പറയും,
അവളും ഈ കേസ് കലങ്ങി തെളിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കുന്നുണ്ടാവും എവിടെയെങ്കിലും ഇരുന്ന്. അമ്മയെ കരയല്ലേ, അധികം വൈകാതെ തന്നെ ഞാൻ പുറത്തിറങ്ങും. അധികം നാളും ഇവിടെ ഇരിക്കാൻ എനിക്ക് പറ്റത്തില്ല അമ്മേ. ഇനി അമ്മ വരുമ്പോൾ കരഞ്ഞിട്ടല്ല, ചിരിച്ച മുഖത്തോടെ വരണം. പിന്നീട് നിങ്ങൾ പോകുമ്പോൾ എനിക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി ആ മുഖം മാത്രം മതി എന്ന് പറയുമ്പോൾ അതും കൂടെ കേട്ട കമല വീണ്ടും വീണ്ടും പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പോഴേക്കും പോലീസുകാരൻ വന്നിട്ട് മതി മതി, അനുവദിച്ച സമയം കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിടുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയാണ് കേട്ടോ. വേദയുടെ അപ്പുറത്ത് ഒരു DCPയുടെ ഭാര്യയാണ് കിടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കുട്ടി വെള്ളം വെള്ളം എന്ന് പറയുന്നത് കേട്ടിട്ടാണ് നമ്മുടെ വേദ ഉണരുന്നത്. അങ്ങനെ ആ കുട്ടിക്ക് വെള്ളം എടുത്ത് കൊടുക്കുകയാണ്. അന്നേരം വേദയുടെ പേര് എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവർ എണീക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മുടെ വേദ പറയും, എണീക്കണ്ട, സ്ട്രെയിൻ ചെയ്യണ്ട, പേരൊക്കെ എനിക്ക് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന്. അങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരുടെ അമ്മ ഉണ്ടല്ലോ, DCPയുടെ അമ്മ, അവരെന്തോ മരുന്നെന്തോ മേടിച്ചിട്ട് വരുമായിരിക്കും. അന്നേരം വേദയും അന്വേഷിച്ചിട്ട് കുറച്ച് ഗുണ്ടകൾ വരുന്നു. എന്നിട്ട് നേരെ ഇവരുടെ അടുത്തേക്കാണ് വരുന്നത്. എന്നിട്ട് പെങ്ങളെ, ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയെ നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കും. അപ്പം DCPയുടെ അമ്മയ്ക്ക് വേദയെ അറിയാലോ. നിങ്ങളാരാന്ന് ചോദിക്കും. അതല്ലല്ലോ ഞങ്ങൾ ചോദിച്ചത്, ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ നിങ്ങൾക്കറിയാമെന്നല്ലേ? അതെ. ഈ സമയത്ത് ഈ കുട്ടിയെയും ചോദിച്ച് ഇവിടെ വരാൻ നിങ്ങൾ ആരാന്ന് എനിക്കും കൂടെ അറിയണ്ടേന്ന് ചോദിക്കുക. നമ്മുടെ കിടിലൻ നേഴ്സ് ഉണ്ടല്ലോ, അവര് വരും. അന്നേരം ഈ അമ്മ പറയും, നേഴ്സ് സെക്യൂരിറ്റിയെ വിളിക്കുകയെന്ന്. എന്തിന്? ഞങ്ങൾ വിസിറ്റേഴ്സാന്ന് പറയുമ്പോൾ, ഈ സമയത്താണോ വിസിറ്റേഴ്സ്? നിങ്ങളെ തരുൺ ദബാഗ് എന്ന് ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന ആളെ DCPയെ അറിയോ? അവരുടെ അമ്മയാണ് ഞാൻ. നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ നേഴ്സ് വന്നിട്ട് ചോദിക്കുക എന്താന്ന്. അതെ, ഈ അസമയത്ത് ഇവിടുത്തെ രോഗികളുടെ ഫോട്ടോ ഒക്കെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് അവരെവിടെയാന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇവരവരെ തട്ടിക്കൊണ്ടു പോകാൻ വല്ല പ്ലാനും ഉണ്ടോ എന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയട്ടോ അമ്മ. അന്നേരം ആണോടാ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ സിസ്റ്റർ അവരെ അങ്ങ് പിടിച്ചു വെക്കാണ് കേട്ടോ. സെക്യൂരിറ്റി എന്ന് വിളിച്ചിട്ട്. അങ്ങനെ സെക്യൂരിറ്റി എത്തുമ്പോഴേക്കും ഇവര് രക്ഷപ്പെട്ട് ഓടുകയാണ്. അതിനിടയ്ക്ക് തന്നെ വേദ എത്തി നോക്കുന്നുണ്ട് കേട്ടോ, ഈ ഗുണ്ടകളോട് അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അന്നേരം വേദയെ കാണുമ്പോൾ തന്നെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്. അന്നേരം വേദ ഉള്ളിലേക്ക് തന്നെ പോവാണ്. അതാരാന്ന് ചോദിക്കുമ്പോൾ അമ്മ പോയിട്ട് പറയും, അല്ല വേദ, നിന്റെ ഫോട്ടോ ആണല്ലോ അവരുടെ അടുത്ത്, അതാരാ മോളെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ വേദ അങ്ങ് കരയൂ കേട്ടോ. ഭയങ്കര കരച്ചിലാണ്. ശരിക്കും ഉണ്ടല്ലോ, ഈ സീരിയലൊരു സിനിമ പോലെ തന്നെയാണ് കേട്ടോ കാണുമ്പോൾ. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ റൂമിൽ പോയിട്ട് DCPയുടെ അമ്മയോട് വേദ പറയാണ് കേട്ടോ. നഴ്സും ഉണ്ടാവും കേൾക്കാൻ വേണ്ടിയിട്ട്. അന്നേരം വേദ അനിയൻകുട്ടൻ മരിച്ചതും ചന്ദ്രശേഖരൻ അങ്കിളിനെ കൊന്നതും അത് വിക്രമിന്റെ തലയിലായതും ഒക്കെ പറയുന്നുണ്ട്. എല്ലാത്തിനും കാരണം എൻ്റെ ജ്യേഷ്ഠൻ ശ്രീകാന്ത. അയാൾ ഒരാളെ കൊല്ലണമെന്ന് വെച്ചാൽ കൊല്ലുക തന്നെ ചെയ്യും. അതിനെന്തു മാർഗവും സ്വീകരിക്കും എന്നൊക്കെ പറയുമ്പോൾ സിസ്റ്റർ ചോദിക്കുന്നുണ്ട്, അയ്യോ, ഇയാളുടെ ഏട്ടന് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന്. അന്നേരം നമ്മുടെ DCPയുടെ അമ്മ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ മോൻ വന്നിട്ട് മോനോട് പറയാം എന്ന് പറയുമ്പോൾ നമ്മുടെ വേദ പറയും, കേസൊക്കെ നടത്താനാണെങ്കിൽ എനിക്ക് നാട്ടിൽ തന്നെ നിന്നാൽ മതിയായിരുന്നല്ലോ. പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം. കുറച്ചു കാലമെങ്കിലും അവൾ ജീവനോടെ ഉണ്ട് എന്ന കാര്യം ആരും അറിയാതിരിക്കണം. അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് കഴിഞ്ഞ് എനിക്ക് തുടങ്ങണം. ഞാൻ അനുഭവിച്ചതിന് എണ്ണി പകരം ചോദിക്കും എന്നൊക്കെ പറയുന്ന നേരത്തെ നമ്മുടെ DCPയുടെ അമ്മയും ഒരു പോലീസുകാരൻ്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ധൈര്യമാണ് കേട്ടോ. അവർ പറയുന്നുണ്ട്, ഇതിപ്പോൾ നീ ഡൽഹിയിലുണ്ടെന്ന കാര്യം ഇവരറിഞ്ഞിട്ടുണ്ട്. ഇവിടേക്ക് വന്ന് അന്വേഷിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നീ ഗർഭിണിയായതും അവരറിഞ്ഞിട്ടുണ്ട്. ഇനി ഇവർ കയറിയിട്ട് നടന്നില്ലെങ്കിൽ അവർ അടുത്ത ഒരാഴ്ച പെണ്ണുങ്ങളെ ആയിരിക്കും പറഞ്ഞു വിടുക. അതിനു മുൻപേ രജിസ്റ്ററിൽ നിന്ന് നിന്റെ പേര് മാറ്റിയിട്ട് പുതിയൊരു പേര് വെക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ വേദ ഇങ്ങനെ കേട്ടിങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ആയിരുന്നു ഇന്നത്തെ കഥ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ.